ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈബ്രറി കൗൺസിൽ ക്വിസ് ഹൈസ്കൂൾ വിഭാഗം അഖില കേരള വായനാ മത്സരം. ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ എം.എ. സിദ്ദിഖ് രചിച്ച കുമാരു 26 മണിക്കൂർ എന്ന ബുക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുമാരു 26 മണിക്കൂർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ഡോക്ടർ എം.എ. സിദ്ദിഖ്. ഡോക്ടർ എം.എ. സിദ്ദിഖാണ് കുമാരു 26 മണിക്കൂർ എന്ന നോവൽ എഴുതിയത്. ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ മരണപ്പെട്ടത് ഏത് വർഷമാണ്? ആൻസർ 1924 ഏപ്രിൽ 16. 1924 ഏപ്രിൽ 16 ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ മരണപ്പെടുന്നത്. കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന അപകടത്തിൽപ്പെട്ട ബോട്ടിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം റെഡിമർ. റെഡിമർ എന്നായിരുന്നു കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന അപകടത്തിൽപ്പെട്ട ബോട്ടിൻ്റെ പേര്. ഏത് ആറ്റിലാണ് കുമാരനാശാൻ അപകടത്തിൽപ്പെട്ടത്? ഉത്തരം പല്ലനയാറ്റിൽ. പല്ലനയാറ്റിലാണ് കുമാരനാശാൻ അപകടത്തിൽപ്പെട്ടത്. തിരുവിതാംകൂറിൽ ഏത് ചടങ്ങിന് പോയിട്ട് വന്നവരായിരുന്നു കുമാരനാശാനോടൊപ്പം ബോട്ടിലുണ്ടായിരുന്നത്? ഉത്തരം മുറജപത്തിന്. തിരുവിതാംകൂറിൽ മുറജപത്തിന് പോയിട്ട് വന്നവരായിരുന്നു കുമാരനാശാനോടൊപ്പം ബോട്ടിലുണ്ടായിരുന്നവർ. അപകടത്തിൽപ്പെട്ട് എത്ര മണിക്കൂറിനു ശേഷമാണ് കുമാരനാശാന്റെ ബോഡി കണ്ടെത്തുവാൻ കഴിഞ്ഞത്? ഉത്തരം 26 മണിക്കൂർ. അപകടത്തിൽപ്പെട്ട് 26 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് കുമാരനാശാന്റെ ബോഡി കണ്ടെത്തുവാൻ കഴിഞ്ഞത്. വാവൂട്ട് യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം കുമാരനാശാൻ. വാവൂട്ട് യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ ആയിരുന്നു. കുമാരനാശാന്റെ വിവാഹം എത്രാമത്തെ വയസ്സിലായിരുന്നു? ഉത്തരം 45-ാമത്തെ വയസ്സിൽ. 45-ാമത്തെ വയസ്സിലായിരുന്നു കുമാരനാശാന്റെ വിവാഹം. കുമാരു 26 മണിക്കൂർ എന്ന പേരിലെ അർത്ഥമെന്താണ്? ഉത്തരം പുസ്തകത്തിൽ കുമാരു എന്ന 12 വയസ്സുകാരനാണ് രക്ഷകനായി പ്രതിനിധീകരിക്കുന്നത്. 26 മണിക്കൂർ രക്ഷാപ്രവർത്തനമാണ് അവൻ നടത്തിയത്. പുസ്തകത്തിൽ കുമാരു എന്ന 12 വയസ്സുകാരനെയാണ് രക്ഷകനായി പ്രതിനിധീകരിക്കുന്നത്. അവൻ 26 മണിക്കൂർ രക്ഷാപ്രവർത്തനം നടത്തിയാണ് കുമാരനാശാന്റെ ബോഡി കണ്ടെത്തുന്നത്. അടുത്ത ചോദ്യം, കുമാരു എന്ന ബാലന്റെ പ്രധാന ഗുണം എന്താണ്? ഉത്തരം ഭയമില്ലാത്ത ധൈര്യം, 26 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനുള്ള സഹനശക്തി. ഭയമില്ലാത്ത ധൈര്യം, 26 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനുള്ള സഹനശക്തി, ഇവയൊക്കെയാണ് കുമാരു എന്ന ബാലന്റെ പ്രധാന ഗുണം. പുസ്തകത്തിൽ കുമാരുവിനെ പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം സത്യാന്വേഷണത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രതീകമായി. പുസ്തകത്തിൽ കുമാരു സത്യാന്വേഷണത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. കുമാരനാശാന്റെ വിദ്യാഭ്യാസം. ആദ്യകാല പഠനം കേരളത്തിലായിരുന്നു. പിന്നീട് 1913 കൊൽക്കത്തയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോയി. ആദ്യകാല പഠനം കേരളത്തിലായിരുന്നു കുമാരനാശാൻ ചെയ്തത്. പിന്നീട് 1930 അദ്ദേഹം കൊൽക്കത്തയിലേക്ക് പോയി. കൽക്കത്ത പഠനകാലത്ത് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയവർ ആരെല്ലാമാണ്? ഉത്തരം ഈശ്വര വിദ്യാസാഗർ, രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറും ഈശ്വര വിദ്യാസാഗറുമാണ് കൽക്കത്ത പഠനകാലത്ത് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. ഔദ്യോഗികമായി കുമാരനാശാന്റെ മരണം എന്തെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ബോട്ട് അപകടം. ബോട്ട് അപകടം എന്നാണ് ഔദ്യോഗികമായി കുമാരനാശാന്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുമാരു 26 മണിക്കൂർ എന്ന പുസ്തകം എന്താണ് ആരോപിക്കുന്നത്? ഉത്തരം അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമായിരിക്കാം എന്നതാണ്. അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമായിരിക്കാം എന്നാണ് കുമാരു 26 മണിക്കൂർ എന്ന പുസ്തകം ആരോപിക്കുന്നത്. 26 മണിക്കൂർ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം കുമാരു നടത്തിയ 26 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം. കുമാരു നടത്തിയ 26 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ എവിടെയാണ് നടന്നത്? ഉത്തരം നാട്ടിലും സാഹിത്യവേദികളിലും. നാട്ടിലും സാഹിത്യവേദികളിലുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. മരണസമയത്ത് ബോട്ടിൽ യാത്ര ചെയ്തിരുന്നത് എന്തിനായിരുന്നു? ഉത്തരം സാഹിത്യ സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി.
സാഹിത്യ സാമൂഹ്യ പരിപാടികളിൽ പങ്കെടുക്കുവാനായാണ് മരണസമയത്ത് അദ്ദേഹം ബോട്ടിൽ യാത്ര ചെയ്തത്. കൊൽക്കത്തയിലെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ആരായിരുന്നു? ഉത്തരം മഹാമഹോപാധ്യായ ഹരിനാഥദേവ്. മഹാമഹോപാധ്യായ ഹരിനാഥദേവാണ് കൊൽക്കത്തയിലെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ. കൊൽക്കത്തയിൽ അദ്ദേഹം ഏതു വിഷയമാണ് പഠിച്ചത്? ഉത്തരം സംസ്കൃതം, സംസ്കൃതശാസ്ത്രം, ചിന്താശാസ്ത്രം. സംസ്കൃതം, സംസ്കൃതശാസ്ത്രം, ചിന്താശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ പഠിച്ചത്. ആശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആൻസർ കായിക്കര. കായിക്കരയിലാണ് ആശാന്റെ ജന്മസ്ഥലം. Thank you for watching this video. Please like, share and subscribe.